അപ്പം നമ്മളോട് ചോദിക്കുക, റഹ്മാനായ റബ്ബ് എൻ്റെ അളവിൽ എനിക്ക് തന്നിട്ടുള്ള ദുന്യാവിൻ്റെ അലങ്കാരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണല്ലോ, ആ പരീക്ഷയിൽ എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും? അത് അള്ളാഹുവിൻ്റെ കോടതിയിൽ എത്തുമ്പോഴേ മനസ്സിലാവും. പക്ഷേ നമ്മൾ നമ്മെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കുക. ലിനബുലുവഹും, അവരെ നാം പരീക്ഷിക്കുകയാണ്. ഇനി അടുത്ത പോയിന്റ് മനസ്സിലാക്കണം. അയ്യുഹും, അവരിൽ ആരാണ് അക്സറു അമല എന്നല്ല പറഞ്ഞത്. അമൽ ഒരുപാട് ചെയ്യലല്ല, ചെയ്യുന്ന അമല് റബ്ബ് സ്വീകരിക്കാവുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റലാണ് മഹാ തൗഫീഖ്. ഒരാൾ രാത്രി എഴുന്നേറ്റിട്ട് തഹജ്ജുദ് ഒരു 11 റക്അത്ത് ആൾ നീട്ടി നിസ്കരിച്ചു എന്ന് സങ്കല്പിക്കുക. ഒരു ഉദാഹരണം പറയാണ് ഞാൻ. അയാളെ മനസ്സ് വേറെ എവിടെയൊക്കെയാണ്, അയാൾ എത്ര ചിന്തിക്കണമെന്നില്ല, എങ്ങനെയൊക്കെ തട്ടിമുട്ടി എന്തോ അയാൾ ചെയ്യണം. വേറൊരാൾ 3 റക്അത്തെ നിസ്കരിക്കുന്നുള്ളൂ, പക്ഷെ ഭയങ്കര ഭക്തിയിലും സൂക്ഷ്മതയിലൊക്കെയാണ് അദ്ദേഹം അത് നിർവഹിക്കുന്നത്. ഇത് രണ്ടിൽ ഒരാളിപ്പോൾ നിർവഹിച്ചത് ഒരുപാട് നേരാണ്, മറ്റേ ആൾ കുറഞ്ഞ നേരെ നിർവഹിച്ചിട്ടുള്ളൂ. ഇതിൽ അഹ്സനു അമല എന്ന് പറയുക എന്തിനെ കുറിച്ചാണ്? ആ ചെറിയതിനെ കുറിച്ചാണ്. അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല, അത് അള്ളാഹ് നോക്കുന്നത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ജീവിതവും മരണമൊക്കെ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ഇതിന് തന്നെയാണ്. നിങ്ങളെ പരീക്ഷിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അമല് മെച്ചപ്പെടൽ എപ്പോഴാ? നല്ല ഇഖ്ലാസ് ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ ഇത്തിബാഉർ റസൂൽ ഉണ്ടാകുമ്പോഴാണ്. ഒരു കാര്യം അള്ളാഹുവിൻ്റെ അടുക്കൽ അഹ്സനു അമലായിട്ട് സ്വീകരിക്കപ്പെടൽ എങ്ങനെയാണ്? എന്താ ഇഹ്സാൻ എന്ന് അള്ളാഹിൻ്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ ഇഹ്സാൻ? നീ അള്ളാഹിനെ കാണുന്നത് പോലെ ആരാധിക്കണം. എന്ത് ചെയ്യുമ്പോഴും അള്ളാഹിനെ കാണുന്നുണ്ട് എന്നുള്ളത് പോലെ. നീ അവനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. ഇതിൽ നിന്ന് തെറ്റും, മനുഷ്യൻ തെറ്റും. അപ്പം നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, തൗബ ചെയ്യുക. ചെറുതും വലുതൊക്കെ മനുഷ്യൻ്റെ അളവിൽ സംഭവിക്കും. അപ്പോഴൊക്കെ ഉടനെ പശ്ചാത്തപിക്കുക. അങ്ങനെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്സനു അമല, ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനമാകണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് ഇഖ്ലാസാണ്. അള്ളാഹിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കണം. 2, ചെയ്യുന്ന കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രീതിയോട് പൂർണ്ണമായും യോജിക്കണം. നല്ല ഇഖ്ലാസ് ഉണ്ട് എനിക്ക്, ഞാൻ സുബഹി പക്ഷേ 4 നിസ്കരിക്കണത്, അത് അഹ്സനു അമലാവൂല. നല്ല ഇഖ്ലാസ് ഉണ്ട്, സുബഹിക്ക് ഒരു ദിവസം നിന്നപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇന്ന് 4 നിസ്കരിക്കാം, കാര്യമല്ല. അപ്പൊ ഇഖ്ലാസ് ഉണ്ടായിട്ട് മാത്രം കാര്യമായില്ല. ചെയ്യുന്ന കർമ്മം പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആവണം. ഇനി പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തന്നെ ആ സുബഹിയ നിസ്കരിച്ചത്, പക്ഷെ നിസ്കരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള തോന്നൽ എന്താ? 4 ആളൊന്നും അറിയണം എന്നാണ്. അപ്പൊ ഇഖ്ലാസും പോയി. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നാലേ ഒരു അമല് അഹ്സനാവുള്ളൂ. അപ്പൊ അങ്ങനെ ആരാണ് ഇതൊക്കെ സൂക്ഷിച്ചു നോക്കുന്നത് എന്നാണ് അല്ലാഹു തആല പരിഗണിക്കുന്നത്. അപ്പൊ ഒന്നും കൂടി ഒരു നോക്കൂ. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൽ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. തുടർന്നുകൊണ്ട് വ ഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുറുസാ. നിശ്ചയമായി നാം ലജാഇലൂന മാ അലൈഹ, ആ ഭൂമിപ്പുറത്തുള്ള എല്ലാ സീനത്തിനെയും നാം ആക്കുക തന്നെ ചെയ്യും, സംശയിക്കൊന്നും വേണ്ട. സഈദൻ ജുറുസ, പിന്നെ ഭൂമി ഒന്നുമല്ലാത്തൊരു സമതലായിട്ടാണ് മാറുന്നത്. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു എന്ന് പറഞ്ഞില്ലേ, ഭൂമി തരിശ് ഭൂമിയായി. അർളുൻ ബൈള, ഒരു വെളുത്ത സമതലം, കുന്നുമില്ല, കുഴിയില്ല, ഇവിടെ ഒന്നുമില്ല, എല്ലാം നശിച്ചു. അത് അന്ത്യനാളിലാണ്. അപ്പൊ ഈ ഭൂമി എത്ര വലിയ അലങ്കാരാണെങ്കിലും ഈ ഭൂമിക്കുണ്ട് ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട്, അതോടുകൂടെ അതും നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഇവിടെ എല്ലാം നശിക്കും, എല്ലാം ഒന്നിനും ഇവിടെ സ്ഥായിയായ സ്വഭാവമല്ല. അതുകൊണ്ട് നമ്മൾ ഖിയാമത്ത് നാൾ വരെ ഇല്ലെങ്കിലും നമ്മളുടെ ഖിയാമത്താണ്, ഓരോരുത്തരുടെയും ഖിയാമത്താണ് അവനവന്റെ മരണം. ആ മരണം വരെ കിട്ടുള്ളൂ. ഇതൊന്നും എന്നും ഉണ്ടാവില്ല, എന്നുള്ളത് പരലോകത്തതാണ്. അതിനെ മുഖവിലക്കെടുക്കണം. ഇവിടെ ഈ ലോകത്ത്, ഇവിടെ ഈ ഭൂമിയിലുള്ളതിനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ കുറച്ചിങ്ങനെ അലങ്കാരം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ജീവിതം തന്നെ അങ്ങനെയാണെന്ന് അള്ളാഹു പറയുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ കഹ്ഫിൽ തന്നെ വരുന്നുണ്ട്. ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മഴ പോലെയാണ്.
മഴ പെയ്ത് ഭൂമിയിൽ ചെടികളൊക്കെ മുളച്ചിങ്ങനെ നോക്കുമ്പോൾ വലിയ ആനന്ദം തോന്നും. എന്നാൽ എന്നും ഈ ആനന്ദം ഉണ്ടാവുമോ? അതേ തോട്ടം കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പ് ബാധിക്കും, വാടലുടങ്ങും, പിന്നെ അത് ഉണങ്ങും, പിന്നെ അത് നശിച്ചു വീഴും. ആ സൗന്ദര്യം എന്നും ഉണ്ടാവില്ല. മനുഷ്യനും അങ്ങനെയാണ്, സസ്യലതാദികളും അങ്ങനെയാണ്, പൂന്തോട്ടങ്ങളും അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. ഒക്കെ അതിനൊരു ബാല്യമുണ്ട്, ഒരു കൗമാരമുണ്ട്, ഒരു യൗവനുണ്ട്, ഒരു വാർദ്ധക്യമുണ്ട്, ഒരു നാശമുണ്ട്. അപ്പം എന്നൊന്നും അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഭൂമിപ്പുറത്ത് എന്താണോ നമുക്ക് അനുവദനീയമായതെങ്കിൽ അത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഏത് രൂപത്തിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും അള്ളാഹു നമ്മുടെ മരണത്തിന് മുമ്പ് ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നോ കിട്ടാതിരിക്കുന്നുണ്ടോ ഒക്കെ പരീക്ഷണമാണ്. ആ പരീക്ഷയിൽ നല്ല നിലക്ക് വിജയം വരിക്കലാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് ഈ രണ്ടായത്തുകളും നമുക്ക് നൽകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ഈ രണ്ടായത്തുകളും മനഃപ്പാടമാക്കണം. മനഃപ്പാടമാക്കിയിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം, എന്താ ഇവിടെ അള്ളാഹ് ഈ പറയുന്നത്, എന്താ ഈ പറയുന്നത്, എല്ലാം ഇവിടെ അലങ്കാരമാണല്ലേ, ശരിയാണല്ലേ, നമ്മളെത്ര അന്താളിച്ച് നിന്നു പോയിട്ടുണ്ട്, എന്താ റബ്ബേ ദുന്യാവ്, അപ്പോൾ സ്വർഗ്ഗം എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമ്മൾ ചില സ്ഥലങ്ങൾ, ചില ഹോട്ടലുകൾ, ചില പ്രദേശങ്ങൾ ഒക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അന്തം വിടാനും തുല്യ കുല്ല ഉനബ്ബിയുക്കും ബി ഖൈരിൻ മിൻ ദാലിക്കും എന്നാ ചോദിക്കുന്നത് അല്ലാഹ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് നമ്മുടെ വീഴ്ചകളൊക്കെ എത്ര വലുത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും പൊറുക്കും. റബ്ബിലോട് നമ്മൾ തൗബ ചെയ്യുക, നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് ആക്കി തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിഞ്ഞ് അറിഞ്ഞ നേരനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.